ലോസ് ഓഫ് മോഷനിലെ ഫ്രിക്ഷൻ എന്ന പോർഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഫ്രിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെഫിനിഷൻ കാണുന്നുണ്ട്. ഫ്രിക്ഷൻ ഈസ് ദ റെസിസ്റ്റൻസ് ടു ദ മോഷൻ ഓഫ് വൺ ഒബ്ജെക്ട് മൂവിങ് റിലേറ്റീവ് ടു അനദർ. ഫ്രിക്ഷൻ എന്ന ഫോഴ്സ് എല്ലായിടത്തും ഉണ്ട്, നമ്മൾ ഈ കാണുന്ന എല്ലായിടത്തും. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പം നിങ്ങളൊക്കെ മൊബൈലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ മൊബൈൽ കൈകൊണ്ട് പിടിച്ചേക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട്. ഫ്രിക്ഷൻ ഇറ്റ്സ് ആക്ച്വലി എ ഫോഴ്സ്. ഓക്കെ, അപ്പം എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ടു ദ മോഷൻ. ഒരു രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ എതിർക്കുന്ന ഒരു പ്രതിഭാസം അല്ലെ ഒരു ഫിനോമിനയാണ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ്? രണ്ട് ഒബ്ജക്ട്സ് കോണ്ടാക്റ്റിൽ വരിക. ഇപ്പം നമ്മൾ നമ്മുടെ ഫോണും ആണെങ്കിൽ നമ്മുടെ പാമാണ് ആ ഏരിയയും അതുപോലെ ആ ഫോണിൻ്റെ ആ ഏരിയയും കണക്റ്റഡ് അല്ലെ കോണ്ടാക്റ്റ് വരുന്നു. ആ കോണ്ടാക്റ്റിൽ വന്നു കഴിയുമ്പോൾ അവിടെ അവർ തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ എന്ത് ചെയ്യുകയാണ്? ഹിൻഡർ ചെയ്യുക അല്ലെ റെസിസ്റ്റ് ചെയ്യുകയാണ്. റിലേറ്റീവ് മോഷൻ മീൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഒരു സ്ഥാനചലനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ആ റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്തിൽ റെസിസ്റ്റ് ചെയ്യാനാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണമല്ലോ. അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന ആ ഫോഴ്സിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം ഡെഫിനിഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫ്രിക്ഷൻ ഈസ് ദ റെസിസ്റ്റൻസ് ടു മോഷൻ ഓഫ് വൺ ഒബ്ജെക്ട് മൂവിങ് റിലേറ്റീവ് ടു അനദർ. നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. സോ ഇനി എന്താണ് ഈ പറഞ്ഞ ഫ്രിക്ഷന് കാരണം? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒബ്ജക്റ്റ്, മറ്റൊരു ഒബ്ജക്റ്റ് താഴെ. അപ്പൊ ഇവർ തമ്മിൽ ഇപ്പൊ കോണ്ടാക്ട് വന്നു. ഈ കോണ്ടാക്ട് വന്നു കഴിയുമ്പോൾ ഇവൻ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇതിന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ താഴത്തെ ഇരിക്കുന്ന ആളായിരിക്കാം, അല്ലെ രണ്ടുകൂടെ മൂവ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യാതിരിക്കാൻ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മൂവ് ചെയ്താലും അന്നേരം ഈ റെസിസ്റ്റൻസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കൈ ഇട്ടിട്ട് അപ്പുറത്തുള്ള ഭിത്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റഫായിട്ടുള്ള സ്ഥലത്തോട്ട് നിങ്ങൾ വരച്ചു നോക്കുക. നിങ്ങളുടെ കൈ നല്ലതായിട്ട് വേദനിക്കുന്നതാണ്. അപ്പോൾ ആ റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടായിട്ട് ആ റെസിസ്റ്റീവ് ഫോഴ്സിനെതിരെ നിങ്ങളുടെ കൈ കൊണ്ട് ഉരസിയോണ്ടാണ് അവിടെ അങ്ങനെ ഒരു വേദന, ആ ഒരു പെയിൻ അവിടെ ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു വെയർ ആൻഡ് ടയർ ഉണ്ടാകാൻ കാരണം അതുകൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് മോഷനെ എതിർക്കുന്ന ഒരു ഫോഴ്സ്, അതിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ ഫ്രിക്ഷൻ ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും? വാട്ട് ഈസ് ദ റീസൺ ഫോർ? അല്ലെങ്കിൽ ആ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്ട്സ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഫോഴ്സ് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് ഇനി അടുത്തറിയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എല്ലാ ഒബ്ജക്ട്സും ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം, അല്ലെ? ആറ്റം എന്ന പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ആറ്റം അല്ലെ മറ്റേതെങ്കിലും പാർട്ടിക്കിൾസ് ആണ്. ആറ്റം ഉണ്ട്, യെസ്. അപ്പൊ ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള എപ്പോഴും അട്രാക്ഷനോ അല്ലെങ്കിൽ സെയിം, ഇപ്പം നോക്കിക്കും, ഇപ്പൊ ഈ ഒരു ബ്ലൂ കളറിലൊരു ഒബ്ജക്റ്റ് ഉണ്ട്, മറ്റേത് യെല്ലോ കളർ ഒബ്ജക്റ്റ് ആണ്. ബ്ലൂ കളർ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ആറ്റംസ് ആയിരിക്കും അതിനകത്തുള്ളത്. യെല്ലോ കളർ എന്ന് പറയുമ്പോൾ മറ്റൊരു ടൈപ്പ് ഓഫ് ആറ്റംസ്. ഇത് ആ ഒരു ബ്ലൂ കളറിലുള്ള ഒബ്ജക്റ്റ് അവിടെ നിൽക്കാൻ കാരണം അവിടെ ആ ഒബ്ജക്റ്റിലുള്ള ആറ്റംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ട് ഉണ്ട്. ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഉള്ളതാണ് നിൽക്കുന്നത്, കാരണം അവരുടെ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ യെല്ലോ എന്ന് പറയുന്ന ഒബ്ജക്റ്റും അങ്ങനെ ഒരു ആ ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ആ ഫോമിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആറ്റംസ് തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതേപോലെ ഇവര് തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതാണ് കോണ്ടാക്ട് വരുന്ന ഏരിയ. ഇങ്ങനെ കോണ്ടാക്ട് വരുമ്പോൾ ഈ യെല്ലോ ഒബ്ജക്റ്റിലെ ആറ്റംസ് ഇവിടെ ഉണ്ട്, സർഫസിൽ ആറ്റംസ് ഉണ്ട്. അതുപോലെ ഈ ബ്ലൂ ഒബ്ജക്റ്റിന്റെ ആറ്റംസ് സർഫസിലുണ്ട്. അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഇവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, ആ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഈ പറഞ്ഞ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ബേസിക്കലി the friction is due to the force of attraction between the molecules of the two surfaces, അല്ലെ? ആ കോണ്ടാക്ട് വരുന്ന സർഫസിന്റെ അവിടുത്തെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഈ ഫ്രിക്ഷന് കാരണം. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ടായിട്ട് ക്ലാസിഫൈ, ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷനും മറ്റൊന്ന് കൈനറ്റിക് ഫ്രിക്ഷനും. നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. സ്റ്റാറ്റിക് മീൻസ് എന്താ? സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യുന്ന, അനക്കമില്ല, അല്ലെ? അങ്ങനെയുള്ളതിനെ സ്റ്റാറ്റിക്. കൈനറ്റിക് മീൻസ് എന്താ? കൈനറ്റിക് എനർജി നിങ്ങൾ കേട്ടിട്ടുണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന എനർജിയാണ്. ദാറ്റ് മീൻസ് മൂവിങ്. കൈനറ്റിക് മീൻസ് മൂവിങ്. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഒരു ഒബ്ജക്റ്റ് മീൻസ് ഇപ്പം നിങ്ങൾ കുറച്ച് മുമ്പ് വരച്ചതിനകത്ത് മൂവ്മെന്റ് ഇല്ലാതെ കാണിച്ചല്ലേ,
മൂവ്മെന്റ് ഉള്ള എന്തിലായിക്കോട്ടെ, നമ്മളിങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, അവർ തമ്മിലൊരു മൂവ്മെന്റ് ഇല്ല, അപ്പോൾ റെസ്റ്റിലാണ്, കണ്ടോ. അതായത് ഞാൻ ഇതിനൊരു ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഒന്നുമില്ല, ഒന്നുമില്ല, അതിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇതിനിടയ്ക്കുള്ള ആ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ്, ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? മൂവ്മെന്റ് ഇല്ലാത്തപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് എ ഫോഴ്സ് ദാറ്റ് കീപ്സ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് അങ്ങനെ നിൽക്കാൻ കാരണം, അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കാൻ കാരണം, മറ്റൊരു ഫോഴ്സ് കൊടുക്കാത്ത പക്ഷം അങ്ങനെ നിൽക്കാൻ കാരണക്കാരനായ ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്നത്, സ്ലൈഡ് ചെയ്ത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ കോണ്ടാക്ട് റിലേറ്റീവ് മോഷന് മുന്നേ വരെയുള്ള ആ ഒരു ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. മൂവ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് റെസ്റ്റ്, ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. അപ്പം എന്താ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാം. എന്താണ് ഈ റിലേറ്റീവ് മോഷൻ സ്റ്റാർട്ട് ആകുന്ന എപ്പോഴാണോ അന്നേരം മുതൽ ഉണ്ടാകുന്ന ആ ഫോഴ്സിനെയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കൈനറ്റിക് ഫ്രിക്ഷന്റെ കാര്യം കുറച്ചുകൂടെ ഒന്ന്, എങ്ങനെയാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്, അല്ലെ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ രണ്ട് ഒബ്ജക്ട്സ് വരയ്ക്കാം. ഇതൊരു ഒബ്ജക്റ്റ്, അതിന് മണ്ടയ്ക്ക് വേറൊരു ഒബ്ജക്റ്റ്. ഓക്കെ, ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നിരിക്കാം. ഇപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂവ്മെന്റ് പാടില്ല. ഇപ്പം ഞാനിവിടെ ഫോഴ്സ് കൊടുത്തു, ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള ഒരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു ബുക്കാന്നിരിക്കട്ടെ, ടേബിളിലിരിക്കുന്ന ബുക്കാണ്, നിങ്ങൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയ ഫോഴ്സ് കൊണ്ട് അത് മൂവ് ചെയ്യണമെന്നില്ല, കൊടുക്കുന്ന ചെറിയ ഫോഴ്സ് കൊണ്ടൊന്നും മൂവ് ചെയ്യണമെന്നില്ല. ഒരു നിങ്ങളുടെ ആ കൊടുക്കുന്ന ഫോഴ്സ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ബുക്ക് മൂവ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം മൂവ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഉള്ള ഫ്രിക്ഷൻ, ഇപ്പം ഞാൻ ഇവിടുന്ന് എന്ത് കൊടുക്കുകയാണ്, അങ്ങോട്ട് തള്ളുക, ഒരു ഫോഴ്സ് തള്ളുക, അങ്ങോട്ട് ഒരു പുഷ് കൊടുക്കുക. അപ്പം ആ ഫോഴ്സ് എഫ് ഉണ്ട്. മനസ്സിലായോ? ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ, അതായത് ഇതിനിടയ്ക്ക് ഇത് എന്തുണ്ട്, ഇപ്പൊ ഇവിടെ നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആര്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, എഫ് എസ് ഒരു ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എസ് എന്ന് ഞാൻ കാണിക്കാം, സ്മോൾ എഫ് എസ് എന്ന് പറയാൻ കാണിക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ്, നമ്മൾ എങ്ങോട്ടാണ് നമ്മളൊരു ബോഡിക്ക് കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെ ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാകുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് എന്തുണ്ട്, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഇതുള്ളതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യാതിരിക്കുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിയുമ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ഉണ്ട്. മനസ്സിലായി? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഒരു 10 ന്യൂട്ടൺ കൊടുത്തു, ഇങ്ങോട്ട് 10 ന്യൂട്ടൺ തന്നെ ഉണ്ടെങ്കിൽ അതാണ് 10 ന്യൂട്ടൺ വരെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നിൽക്കും. പക്ഷെ ഇവിടുത്തെ ഫോഴ്സ് 11 ആയിക്കോട്ടെ, 11 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങും, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ ബാലൻസ്ഡ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും, ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന വരെ ഇങ്ങനെ നിൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ എവിടുന്നാണോ കൂടുതൽ ആ ഡയറക്ഷനിലോട്ടായിരിക്കും ഇത് പോവുക. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും തോറും ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു മാക്സിമം വാല്യൂ വരെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ആ മാക്സിമം വാല്യൂവിനെയാണ്, ഇപ്പൊ ഇവിടെ 10 മാക്സിമം വാല്യൂ, ഇവിടെ ആദ്യമേ 8 ആയിരുന്നു, 8 കൊടുത്തിട്ടൊന്നും ഒരു അനക്കവും ഇല്ലായിരുന്നു, കാരണം ഇവിടെ 10 ഇങ്ങോ തിരിച്ചുള്ളത്, അതുകൊണ്ട് അങ്ങോട്ട് ഒരു അനക്കം, മീൻസ് അങ്ങനെ ഞാൻ പറയുന്നത് മനസ്സിലാവും. അപ്പം ഇതിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന, ഇങ്ങോട്ട് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന 10. ആ 10 ഇപ്പൊ ഇവിടുത്തെ ഒരു മാക്സിമം വാല്യൂ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ഫ്രിക്ഷന്റെ കേസിലെ മാക്സിമം വാല്യൂവിനെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം, അതായത് മൂവ്മെന്റ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല, പിന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ മൂവ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ആ ഒരു ഫോഴ്സ്, തൊട്ട് മുമ്പ് വരെയുള്ള ആ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് എന്ന് പറയും, എഫ് എസ് മാക്സ് എന്ന് പറയും, എഫ് എസ് മാക്സ്, അതായത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാളും കൂടുതൽ ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എങ്ങോട്ട് ചെയ്യും, അങ്ങോട്ട് മൂവ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന്റെ ഒരു ഗ്രാഫിക്കലി ഞാൻ കാണിച്ചു തരാം. ഗ്രാഫിക്കലി ഇപ്പം ശ്രദ്ധിക്കും, ഞാൻ എക്സ് ആക്സിൽ അപ്ലൈഡ് ഫോഴ്സിന് ഇപ്പൊ ഇവിടെ അങ്ങോട്ട് കൊടുക്കുന്ന എഫ്, അപ്ലൈഡ്
അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ഫ്രിക്ഷൻ ഞാൻ ഫ്രിക്ഷൻ y ആക്സിസ് കാണിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എത്രമാത്രം കൊടുക്കുന്നു അതിനനുസരിച്ച് തിരിച്ച് ഈക്വൽ ആയിട്ട് എന്ത് കൊടുക്കും, ഈ പറഞ്ഞ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ അതായത് ഇങ്ങനെ ലീനിയർ ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ട്, അതായത് അപ്ലൈഡ് ഫോഴ്സ് കൂടുമ്പോൾ ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സും അതേപോലെ കൂടി വരും. അങ്ങനെ കൂടി ഞാൻ പറഞ്ഞില്ലേ, ഒരു വാല്യൂ, ഒരു അപ്ലൈഡ് ഫോഴ്സിന്റെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഒരു വാല്യൂ വരെ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് അതിനപ്പുറം ഇനിയും കൊടുക്കാൻ പറ്റത്തില്ല. സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഇനി അതിനപ്പുറം പറ്റില്ല. ഇവിടെ എത്തിയപ്പോൾ അത് നിന്നു. പിന്നെന്ത് സംഭവിക്കും, അപ്ലൈഡ് ഫോഴ്സ് അങ്ങ് കൂടിപ്പോവും. അപ്പോഴും ഒരു ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് ഉണ്ട്. പിന്നെ ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ ഒരു മാക്സിമം വാല്യൂ, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഈ എത്തിയ മാക്സിമം വാല്യൂവിനെയാണ് ഞാൻ പറഞ്ഞ FS മാക്സ്. അതാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. FS മാക്സ്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. കണ്ടോ, അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഇതുവരെ ഈക്വൽ ആയിട്ട് പോകുമായിരുന്നു അല്ലേ. അതായത് ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽ ആയിട്ട് പോയതുകൊണ്ട് തന്നെ മൂവ്മെന്റ് ഇല്ലായിരുന്നു, റിലേറ്റീവ് മോഷൻ ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തെ എന്ത് സംഭവിച്ചു, ഇനി പിന്നെ ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നില്ല. അത്രയേ ഉള്ളൂ, മാക്സിമം എത്തി. പിന്നെന്ത് സംഭവിക്കും, അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് അതേപോലെ കൂടി പോകുന്നുണ്ട്. കണ്ടോ, കൂടിപ്പോയി. പിന്നെ ഉണ്ടാകുന്ന എന്താണ്, മൂവ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ കാണുന്ന എന്താണ്, അത് കൈനറ്റിക് ഫ്രിക്ഷൻ, FK എന്ന് കാണിക്കാം. കൈനറ്റിക് ഫ്രിക്ഷനാണ് പിന്നെ മൂവ്മെന്റ് തുടങ്ങി കഴിയുമ്പോൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി അതിൻ്റെ ലോസ് കൂടെ പഠിക്കാം. ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതിനെയാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇങ്ങനെ നമുക്ക് ലോസ് കൂടെ ഒന്ന് പഠിക്കും. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് ഇനി വരുന്ന സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലോ നോക്കിയോ, ദ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് directly proportional to the normal reaction between the two surfaces in contact. അതായത് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സിംപ്ലി പറയാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്ത് നോർമൽ റിയാക്ഷൻ എന്താ അറിയാവോ? നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു ടേബിളാണ്. ആ ടേബിളിന്റെ മുകളിൽ മറ്റൊരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. അത് എന്തെങ്കിലും ഡസ്റ്റർ ആയിക്കോട്ടെ, ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് ഏത് സർഫസിലിരിക്കുന്നു. ഇപ്പൊ ടേബിളാണ്, ടേബിൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എപ്പോഴും ഒരു ഫോഴ്സ് ഉണ്ട്, അല്ലെ അതിനെ താങ്ങി നിർത്തും. ആ ടേബിൾ അവിടെ, ആ ടേബിളിന്റെ പുറത്ത് ഈ ഡസ്റ്റർ ഇരിക്കാൻ കാരണം എന്താ, മുകളിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലേ, ആ സർഫസിൽ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നോർമൽ റിയാക്ഷൻ. സർഫസിന് പെർപെൻഡിക്കുലർ, ഏത് സർഫസിലാണോ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്ന അതിനെയാണ് നമ്മൾ, ആ ഫോഴ്സിനെയാണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോർമൽ റിയാക്ഷൻ. അപ്പം നിങ്ങൾ ഈ ടേബിൾ ചരിഞ്ഞായിരുന്നെങ്കിലോ, ടേബിള് ചരിഞ്ഞാണെങ്കിൽ നോർമൽ റിയാക്ഷൻ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. ആ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? സർഫസ് എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ പോവുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞാൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് നമുക്ക് നമ്മൾ FS മാക്സ് എന്നല്ലേ കാണിച്ച്, FS മാക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഞാൻ N എന്ന് കാണിക്കാം. നോർമൽ റിയാക്ഷൻ N എന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ബുക്സിലാണെങ്കിൽ R എന്നായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. R ആണെങ്കിൽ R, നോർമൽ റിയാക്ഷൻ R എന്ന് കാണിക്കാറുണ്ട് ചില ബുക്സിൽ. FS മാക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു R. അപ്പം പ്രൊപ്പോർഷണാലിറ്റി, ആ കോൺസ്റ്റന്റ് മാറ്റാൻ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ടുവരും. ആ കോൺസ്റ്റന്റ് ആണ് മ്യൂ എന്ന് പറയുന്നത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ FS മാക്സ് ഈക്വൽസ് വരുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വന്നു, ദാറ്റ് ഈസ് മ്യൂ എസ്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. മ്യൂസിനെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂസ് ഇൻറ്റു R, മ്യൂസ് R എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, FS മാക്സ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു R. ദെൻ അടുത്തത് സെക്കൻഡ് ലോ, ദ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ, അപ്പാരന്റ് ഏരിയ ബിറ്റ്വീൻ ദ സർഫസ്. അതായത് നമ്മുടെ ഏരിയയിൽ ഇൻഡിപെൻഡന്റ് ആണ്. എത്രമാത്രം ഇപ്പൊ തമ്മിലുള്ള ഏരിയ, ഇത് എത്രമാത്രം കോണ്ടാക്റ്റിൽ വന്നു, ആ ഒരു ഏരിയ ഉണ്ടല്ലോ. ഇപ്പൊ കോണ്ടാക്ട് വന്നേക്കുന്ന ഇത്ര ഏരിയ, ആ ഒരു ഏരിയയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് അതിന് ബാധകമല്ല. ഏരിയ എത്രയുണ്ടോ അത് ബാധകമല്ല. മനസ്സിലാവുന്നുണ്ടോ?
നോർമൽ റിയാക്ഷനിലാണ് കാര്യം, അല്ലാതെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി അടുത്ത തേർഡ് ലോ, ദ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽസ് ഇൻ കോണ്ടാക്ട് ആൻഡ് നേച്ചർ ഓഫ് ദ എല്ലായ്പ്പോഴും എല്ലാ ഒബ്ജക്റ്റും ഒരേപോലെയല്ല, പലതും ഡിഫറെൻ്റ് ആണ്. അപ്പം നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഏത് തരത്തിലുള്ള ഒബ്ജക്റ്റ് ആണ്. ഇപ്പം ടൈലും മാർബിളും അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കും, അപ്പോൾ ആ ഏത് ഒബ്ജക്ട്സ് തമ്മിലാണോ അതിനനുസരിച്ച് ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും പറയുന്നത്. അപ്പം ഈ ഒരു മൂന്ന് പറയുമ്പോൾ ഈ 2 ലോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കും. ഈ 2 ലോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ചോദിക്കാറുണ്ട് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ ഈ 2 എഴുതും. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്ക് മാർക്കാണ്, 105 മാർക്ക് വരും. പിന്നെ സർഫസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ സർഫസ് ഏരിയ എന്നിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാർക്ക് കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത കൈനറ്റിക് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പം എന്താ കൈനറ്റിക് ഫ്രിക്ഷൻ? നമുക്ക് അടുത്ത കൈനറ്റിക് ഫ്രിക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു, കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു. 2 ഒബ്ജക്ട്സ് തമ്മിൽ റിലേറ്റീവ് മോഷൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ സമയത്ത് അവിടെയുള്ള തമ്മിലുള്ള ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മൂവ്മെന്റ് തുടങ്ങുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അതിനിടയ്ക്ക് വരുന്ന ആ സർഫസിനിടയിൽ വരുന്ന, അതായത് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സിന് എതിരെ ഒരു ഫോഴ്സ് വരും. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ദ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം അല്ലേ. കൈനറ്റിക് ഫ്രിക്ഷൻ ഇപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന ഡെഫിനിഷൻ നോക്കി, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ബിറ്റ്വീൻ മൂവിംഗ് സർഫസ്. മൂവ്മെന്റ് വരുമ്പം അതിനിടയ്ക്കുള്ള ഫോഴ്സിനാണ്. ബോഡി മൂവിംഗ് ഓൺ ദ സർഫസ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി മൂവ്മെന്റ് എങ്ങോട്ടാണോ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക, ആ മൂവ്മെന്റ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ ആ ടേബിളിലൊന്ന് കൈയൊന്ന് മുമ്പോട്ടൊന്ന് ഇങ്ങനെ തേച്ച് നോക്കുക. അതായത് ടേബിളിലോട്ട് വെച്ചിട്ട് മുമ്പോട്ട് നിങ്ങളുടെ കൈ ഒരച്ചൊന്ന് കൊണ്ടുപോകും. അപ്പം നിങ്ങളുടെ മുമ്പോട്ടാണ് നിങ്ങളുടെ ഫോഴ്സ് കൊടുക്കുന്നത്, പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഫ്രിക്ഷൻ, കയ്യിലൊരു തരിപ്പ്, ഇങ്ങോട്ടത്തെ ഒരു തള്ളൽ വരത്തില്ല. ആ ഒരു ഫീൽ ചെയ്യുന്ന ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ വിൽ ബി ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് അല്ലെ മൂവ്മെന്റ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുക. അത് ഏത് ഫ്രിക്ഷൻ ആയിക്കോട്ടെ, ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദ മൂവ്മെന്റ് അല്ലെ അപ്ലൈഡ് ഫോഴ്സ്. ഇനി ഈ പറഞ്ഞ കൈനറ്റിക് ഫ്രിക്ഷനും 2 തരത്തിലുണ്ട്. നമ്മൾ ബ്രോഡായിട്ട് മുമ്പേ ക്ലാസിഫൈ ചെയ്യുമായിരുന്നു ചെയ്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനായിട്ട്. ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ 2 തരത്തിലുണ്ടെന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷനും മറ്റൊന്ന് റോളിംഗ് ഫ്രിക്ഷനും. റോളിംഗ് ഫ്രിക്ഷൻ എന്താ? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്താ? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് മനസ്സിലാവും. നോക്കിയേ, ഇതൊരു ഒബ്ജക്റ്റ്, അതിന് മണ്ടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു. അപ്പം ഞാനിതിങ്ങനെ തള്ളുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്ലൈഡ് ചെയ്ത് പോകുമായിരിക്കും, ഒരഞ്ഞു പോകുമായിരിക്കും, സ്ലൈഡ് ചെയ്ത് പോവാം. അപ്പോൾ അവിടെ ഇടയ്ക്കുള്ള അതിന് ഓപ്പോസിറ്റ്, ഇപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടല്ലേ കൊടുത്തെന്ന് പറഞ്ഞു, ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തത്, ഇനി ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാകുന്നൊരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ സ്ലൈഡിങ് ആയതുകൊണ്ട് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയും. ഇനി അടുത്ത റോളിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇതാണ് ടേബിൾ വന്നിരിക്കട്ടെ, അതിൻ്റെ മണ്ടക്കൂടെ ഞാനൊരു ചാട് ഉരുട്ടി വിട്ടു. അപ്പോൾ ചാട് ഉരുട്ടി റോള് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റോള് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റോളിങ്ങിലും അവിടെ ഫോഴ്സ് ഉണ്ടാകും. അതുകൊണ്ടല്ലേ നമ്മുടെ ഈ ചാടൊക്കെ തേയുന്നത്, നമ്മൾ വണ്ടി ഓടിക്കുന്നത് ടയറൊക്കെ തേയാൻ കാരണം അവിടെ ഫോഴ്സ്, ഈ പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അന്നേരമുള്ള ഫോഴ്സിനാണ് റോളിംഗ് ഫ്രിക്ഷൻ. എപ്പോഴും റോളിംഗ് ഫ്രിക്ഷൻ കുറവായിരിക്കും. റോളിംഗ് ഫ്രിക്ഷൻ ഇപ്പം ഇങ്ങനെ FR എന്ന് കാണിക്കാം അല്ലേ, അല്ലെങ്കിൽ റോളിംഗ് എഴുതി കാണിക്കും. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ കാണിച്ചാൽ പോരെ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എപ്പോഴും റോളിംഗ് ഫ്രിക്ഷനേക്കാളും കൂടുതലായിരിക്കും. അത് ഓർമ്മ വേണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അത് നമുക്ക് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ലോ നോക്കുക, മുമ്പേ പറഞ്ഞ പോലെ സെയിം തന്നെ. ദ ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അത്രേ ഉള്ളൂ. അതായത് നമുക്ക് നോക്കാം, എഫ് കെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ. നമ്മൾ മുമ്പേ 6 അല്ലേ കാണിച്ച്, ഇപ്പോഴും 6 തന്നെ കാണിക്കാം. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 6 എഫ് കെ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ടുവരും. അതിനെയാണ് ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. മറ്റേടത്ത് നമ്മൾ എന്ത് പറഞ്ഞു? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. ഇവിടെ μs എന്ന് നമുക്ക് കാണിക്കാം, ഈക്വൽ ടു μs ഇൻറ്റു ആർ. അപ്പോൾ എഫ് കെ ഈക്വൽ ടു μs ഇൻറ്റു ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ലോ നോക്കാം. സെക്കൻഡ് ലോ പറയുന്നത് ദ ഫോഴ്സ് ഓഫ്
കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഷേപ്പ് ആൻഡ് അപ്പാരന്റ് ഏരിയ ഓഫ് ദ സർഫസ്. അതായത് തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ അതിന് ഇടയ്ക്കുണ്ടാകുന്ന ആ ഒരു ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. ഷേപ്പിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ് നമ്മുടെ ഈ കൈനറ്റിക് ഫ്രിക്ഷൻ എന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. ഇനി തേർഡ് ലോ പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ആൻഡ് മെറ്റീരിയൽ ഇൻ കോണ്ടാക്ട്. നമ്മൾ മറ്റേ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കേസിലും പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡിപ്പെൻഡന്റ് ഓൺ ദ മെറ്റീരിയൽ. ആ മെറ്റീരിയൽ ഏതാണ്, മെറ്റീരിയലിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഈ രണ്ട് കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ആണ് മെയിൻ ആയിട്ട്. ഫസ്റ്റ് ലോയും ഈ തേർഡും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാലും മതി. തേർഡും പറഞ്ഞാൽ മതി ഇതിലെ കേസ് ചോദിക്കുവാണെങ്കിൽ. ഫോർത്ത് ലോ ഇവിടെ പറയാം, ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ കോണ്ടാക്ട് provided the relative velocity between the object and the surface is not too large. If the the surface is not too large. വലുതല്ല എങ്കിൽ, എന്ത് വലുതല്ല എങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ വെലോസിറ്റി, അത് റിലേറ്റീവ് മോഷൻ വരുമ്പോൾ, റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഇപ്പം ഇതിനെ മണ്ടയ്ക്ക് ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാതിരിക്കട്ടെ, അപ്പോൾ റിലേറ്റീവ് മോഷൻ. അല്ലെങ്കിൽ ഒന്നവിടെ നിന്നിട്ട് മറ്റേത് മാത്രം മൂവ് ചെയ്യാലും മതി. റിലേറ്റീവ് ഒന്നിനെ റിലേറ്റീവ് നോക്കും, മറ്റേത് മൂവിങ് ആയിട്ട് വരുമ്പോൾ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് മോഷനിൽ ഉണ്ടാകുന്ന ആ വെലോസിറ്റി എന്ന് പറഞ്ഞാലും വെലോസിറ്റിയും അതുപോലെ ഏരിയ ഓഫ് കോണ്ടാക്റ്റും സർഫസ് ഏരിയ അത് ഒരുപാട് വലുതല്ല എങ്കിൽ ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡന്റ് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് ദ വെലോസിറ്റി. ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഒരുപാട് വലുതല്ല എങ്കിൽ, വലിയ കേസ് വലിയൊരു മാഗ്നിറ്റ്യൂഡ് അല്ല എങ്കിൽ. സോ ഇതാണ് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്താ പഠിക്കാനുള്ളത്? അപ്പം ഫ്രിക്ഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ഫ്രിക്ഷനെ നമുക്ക് രണ്ടായിട്ടുണ്ടായിരുന്നു, ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, മറ്റൊന്ന് കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു, കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു. കൈനറ്റിക് ഫ്രിക്ഷനെ നമ്മൾ രണ്ടാക്കി. ഏതൊക്കെയായിരുന്നു? സ്ലൈഡിങ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. ഇനി ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞു. ദെൻ ഇനി നമുക്ക് അറിയേണ്ടത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അതുപോലെ ആംഗിൾ ഓഫ് റീപോസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നോക്കാം. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. സോ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഇപ്പം എടുത്ത് വെക്കാം ഇവിടോട്ട്. ഇത് സർഫസ്. ഈ സർഫസിന്റെ മുകളിലോട്ട് ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തായാലും അതിന് ഇപ്പൊ നമ്മൾ ഒരു ഡയഗ്രം വരയ്ക്കാൻ പോകുന്നത്, അതിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ ഒരു ബോഡിയിൽ ഇപ്പം ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇപ്പൊ ഇങ്ങനെ സർഫസ് വെച്ചേക്കും. ആ സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് സർഫസ് വെച്ചാൽ അവിടെ എന്തുണ്ടെന്ന് പറഞ്ഞു? ഒരു നോർമൽ റിയാക്ഷൻ ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. സർഫസ് ഇതല്ലേ, അതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകും അല്ലേ, നേരെ പോകും. അപ്പൊ ഇങ്ങോട്ട് മുകളിലോട്ട് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ബി ആർ എന്ന് എഴുതും. ആർ, അതാണ് നോർമൽ റിയാക്ഷൻ ആർ. ഓക്കെ, ഇനി ഞാൻ ഈ ബോഡിക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇങ്ങോട്ട് ഞാൻ ഫോഴ്സ് കൊടുത്തു. ഞാൻ വേറെ കളർ കൊണ്ട് കാണിക്കാം. ഇങ്ങോട്ട് ഞാനൊരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, ആ കൊടുത്ത ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് നമുക്ക് വിളിക്കാം. എഫ് എ കൊടുത്തു ഓപ്പോസിറ്റ്. അങ്ങനെ കൊടുക്കുമ്പോൾ സർഫസ് കോണ്ടാക്റ്റിലാണ്, രണ്ട് സർഫസ് കോണ്ടാക്റ്റിലാണെങ്കിൽ അവർ തമ്മിൽ എന്ത് വരും? ദർ വിൽ ബി ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ അവിടെ ഫോം ചെയ്യും. അപ്പം ഇത് മൂവ്മെന്റിന് തൊട്ട് മുമ്പാന്നിരിക്കട്ടെ. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു മാക്സിമം വാല്യൂ ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് ദ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ അത് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്ലൈഡ് ഫോഴ്സ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട്? എഫ് എസ് മാക്സ് ഇങ്ങോട്ടുണ്ട്. എഫ് എസ് മാക്സ് ഇങ്ങോട്ടുണ്ട്. ഓക്കെ, ഇനിയും നമ്മൾ എടുക്കുന്നത് ഈ രണ്ട് ഫോഴ്സ് ഉണ്ടല്ലോ, എഫ് എസ് മാക്സും ഉണ്ട്, അതുപോലെ നോർമൽ റിയാക്ഷൻ. ഇതിനെ രണ്ടിനെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും, ഇങ്ങോട്ടായിരിക്കും. റിസൾട്ടന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് രണ്ട് ഫോഴ്സിന്റെ പാരലോഗ്രാം ലോ ഉപയോഗിച്ച് ഇത് ഏകദേശം ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരിക. റിസൾട്ടന്റ് ഞാൻ വേറെ കണ്ടുകൊണ്ടായിരിക്കും. ഇതിനെ രണ്ടിനെ റിസൾട്ടന്റ് ഫോഴ്സ് ഇങ്ങോട്ട് വരും. കണ്ടോ? റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പൊ ഞാൻ എഫ് ആർ എന്ന് വിളിക്കാം. എഫ് ആർ റിസൾട്ടന്റ് ആൻഡ് എഫ് ആർ എന്ന് വിളിക്കാം. ഓക്കെ, മനസ്സിലായോ? ഈ റിസൾട്ടന്റ് ഫോഴ്സ് എന്തിന്റെ റിസൾട്ടന്റ്? നോർമൽ റിയാക്ഷന്റെയും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെയും അതിന്റെ റിസൾട്ടന്റ് അല്ലേ, ആ റിസൾട്ടന്റും നോർമൽ റിയാക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് ഞാൻ അതിനെ ലാംഡ എന്ന് വിളിക്കാം.
ആ ആംഗിളിനെയാണ് എന്ത് വിളിക്കുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് ഈ പറഞ്ഞ? എന്നൂടെ പറയാം, ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ദ ആംഗിൾ വിച്ച് ദ റിസൾട്ടന്റ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ദ റിസൾട്ടന്റ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ വിത്ത് ദ നോർമൽ റിയാക്ഷൻ. അതായത് ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ഈ നോർമൽ റിയാക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെ. ദ ആംഗിൾ വിച്ച് ദ റിസൾട്ടന്റ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ മേക്സ് വിത്ത് ദ നോർമൽ റിയാക്ഷൻ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നിങ്ങൾ ഈ പടം വരച്ചു വെച്ചാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഈ പറഞ്ഞ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യണമല്ലോ. ചുമ്മാ ലാംഡ എഴുതി വെച്ചാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറയാം. നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തേ പറ്റൂ. അതെ, നമ്മൾ അതിനല്ലേ പഠിക്കുന്നത്. സോ നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ ഞാനിവിടെ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാൻ പോവാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ട്രിഗണോമെട്രി സിമ്പിളാണ്. നോക്കിയോ, ഇവിടെ ഞാൻ ടാൻ എടുക്കാൻ പോവാം. ഈ ലാംഡ ഈ വാല്യൂവിന് ടാൻ എടുക്കാൻ പോവാം. ടാൻ ലാംഡ ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് അല്ലേ? അയ്യോ സോറി, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് ഓപ്പോസിറ്റ്. അതിന് ഓപ്പോസിറ്റ് വരുന്ന ഇതാണ്. ഓപ്പോസിറ്റ് എന്തായിട്ട് അതിന് അതൊരു റെക്ടാങ്കിൾ ആയിട്ടല്ലേ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പൊ എഫ് എസ് മാക്സ് ആയിരിക്കും ആ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ എഫ് എസ് ഡിവൈഡ് ബൈ, ഇപ്പൊ മാക്സിമം വാല്യൂ ആവണമെന്നില്ല. ഞാൻ മാക്സിമം ഇപ്പൊ ഇവിടെ വെച്ചെടുക്കുകയാണെങ്കിലോ മാക്സിമം വിട്ടത് നമ്മൾ എഫ് എസ് എന്ന് എഴുതാം. അപ്പൊ ടാൻ ലാംഡ വിൽ ബി ഈക്വൽ ടു എഫ് എസ് ഡിവൈഡ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ഏതാ? ഇതല്ലേ അഡ്ജസന്റ് അപ്പൊ ആർ എന്ന് എഴുതാം. ആർ എഫ് എസ് ബൈ ആർ. ഇനി നമുക്ക് ഈ എഫ് എസിന് പകരം എന്ത് കൊടുക്കാം? നമ്മൾ നേരത്തെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിച്ച പോലെ മ്യൂ എസ് ഇൻറ്റു ആർ, മ്യൂ എസ് ആർ ഡിവൈഡഡ് ബൈ ആർ. നോക്കിയേ, ഇവിടെ ആറും ആറും ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ടാൻ ലാംഡ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? മ്യൂ എസ് എന്ന് കിട്ടി. ടാൻ ലാംഡ ഈക്വൽ മ്യൂ എസ് എന്ന് കിട്ടി. അങ്ങനെ ലാംഡ അല്ലേ, ലാംഡ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ എസ്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കിട്ടും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത അറിയേണ്ടത് ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് നോക്കാം. ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് പറയുമ്പോൾ നമ്മുടെ സർഫസ്, ഞാൻ മുമ്പേ എടുത്ത സർഫസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എന്താ നേരെയുള്ളൊരു സർഫസ് ആയിരുന്നു, ഹൊറിസോണൽ ആയിട്ടിരുന്ന സർഫസ് ആയിരുന്നു. ഇനി ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന സർഫസ് ഒരു ഇൻക്ലൈൻഡ് സർഫസ് എടുക്കാൻ പോകും. ഇൻക്ലൈൻഡ് അതായത് ചരിഞ്ഞ ഒരു സർഫസ് എടുക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു സർഫസ് എടുക്കും. അത് നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കും. ഇൻക്ലൈൻഡ് സർഫസ് ആകുമ്പോൾ ഒരു ആംഗിൾ ഉണ്ടാക്കും. ആ ആംഗിൾ ഞാനിവിടെ തീറ്റ എന്ന് വിളിക്കാൻ പോകും, തീറ്റ. ഞാനപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇൻക്ലൈൻഡ് സർഫസിലോട്ട് വെച്ചു. ഈ ഇൻക്ലൈൻഡ് സർഫസിലേക്ക് ഞാൻ ഒബ്ജക്റ്റ് വെക്കുകയാണ്. ഇവിടെ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് സർഫസ് വെച്ചോ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമല്ലോ. അപ്പൊ ഇവിടെ ഈ സർഫസ് ആണെങ്കിൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് there will be a force. അപ്പം അതെങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഒരിക്കലും നോർമൽ റിയാക്ഷൻ എപ്പോഴും മുകളിലോട്ട് എന്നുള്ള അതല്ല കൺസെപ്റ്റ് അല്ല വെക്കേണ്ടത്. ഏത് സർഫസിലാണോ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകും. മനസ്സിലായോ? ഇത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് there will be നോർമൽ റിയാക്ഷൻ. മുമ്പേ വരച്ചതിൽ നിന്ന് ഡിഫറെന്റ് ആണ് അല്ലേ? നോർമൽ റിയാക്ഷൻ ഇവിടെ കാണും. ഇനിയും ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും എപ്പോഴും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ട് ഭൂമി ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആക്ച്വലി നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെ? വെയിറ്റ്. അപ്പൊ വെയിറ്റ് താഴോട്ടുണ്ട്. വെയിറ്റ് ഇവിടെ താഴോട്ടുണ്ട്. അത് ഇങ്ങനെയായിരിക്കും. അതെപ്പോഴും ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയായിരിക്കും വെയിറ്റ് വരുന്നത്. അപ്പൊ വെയിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എം ജി അല്ലേ? വെയിറ്റിന് ഇക്വേഷൻ എം ജി അല്ലേ? എം ജി. സോ ഇനി നമുക്ക് ഞാൻ ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് കൊടുക്കാൻ നമുക്ക് റിസോൾവ് ചെയ്ത് നോക്കാം. ആദ്യം ഈ എം ജി എന്ന് പറയുന്ന കമ്പോണന്റിനെ റിസോൾവ് ചെയ്യുമ്പോൾ, എം ജി എന്ന് പറയുന്ന വെയിറ്റ് താഴെയുണ്ട്, അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ രണ്ട് കമ്പോണൻസ് ഉണ്ട്. നമുക്കൊരു വെക്ടറിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണന്റും അതുപോലെ
വെർട്ടിക്കൽ കമ്പൗണ്ട്. ഇവിടെ ആംഗിൾ തീറ്റ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഇങ്ങോട്ട് വരും. അതായത് ആറിന് ഓപ്പോസിറ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ആണ്. ഇതിനിടയ്ക്കുള്ള ഈ ആംഗിൾ തീറ്റ. ഹൊറിസോണ്ടൽ കമ്പൗണ്ട് എം ജി കോസ് തീറ്റ ഇങ്ങോട്ടുണ്ട്, എം ജി കോസ് തീറ്റ ഇവിടോട്ടുണ്ട്. ഇനി അതുപോലെ അതിന്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് ഇത് ഇങ്ങോട്ടായിരിക്കും. വെർട്ടിക്കൽ കമ്പൗണ്ട് ഇങ്ങോട്ടുണ്ട്. ദാറ്റ് വിൽ ബി എം ജി സൈൻ തീറ്റ ഇങ്ങോട്ടുണ്ട്, എം ജി സൈൻ തീറ്റ ഇങ്ങോട്ടുണ്ട്, എം ജി സൈൻ തീറ്റ. ഇനിയും നമ്മുടെ ബോഡി ഇപ്പൊ താഴോട്ടല്ലേ മൂവ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ഇൻക്ലൈൻഡ് സർഫസ് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്ക് താഴോട്ട് ഇങ്ങനെ നിരങ്ങി വരാൻ പോകും. അപ്പൊ നിരങ്ങി വരുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഏത് ഫോം ചെയ്യുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോം ചെയ്യുക. അപ്പൊ ഇത് ഇങ്ങോട്ട് എന്തുണ്ട്, എഫ് എസ് ഉണ്ട്. അതിന്റെ മാക്സിമം വാല്യൂ ഇപ്പൊ ഞാൻ എഴുതുന്ന എഫ് എസ് മാക്സ് ഇങ്ങോട്ടുണ്ട്, എഫ് എസ് മാക്സ് ഇങ്ങോട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ ഒന്ന് ഇതിൽ നിന്ന് തീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കും. ഇതൊക്കെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നമുക്കൊന്ന് സംഭവം നോക്കാം. ഇക്വേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കി, എം ജി സൈനിലേക്ക് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ എഫ് എസ് മാക്സ് വന്നേക്കുന്നത്. അതുപോലെ ഈ ആറിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ എം ജി കോസ് തീറ്റ വന്നേക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്കത് എഴുതി വെക്കാം. രണ്ട് ഇക്വേഷൻസ് നമുക്കിവിടെ കിട്ടും. എന്താ, എം ജി സൈൻ തീറ്റ അതിന് ഓപ്പോസിറ്റ് എഫ് എസ് മാക്സ്. സോ എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് എന്ന് കിട്ടും അല്ലേ. എം ജി സൈൻ തീറ്റ എഫ് എസ് മാക്സ്, അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഇനി അതുപോലെ അടുത്താണ് എം ജി കോസ് തീറ്റ അല്ലേ. എം ജി കോസ് തീറ്റ അതേതാ, കണ്ട് എം ജി കോസ് തീറ്റ ഓപ്പോസിറ്റ് ആർ അല്ലേ. അപ്പൊ എം ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ. ഇനി ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2, ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2. നിങ്ങൾ നോക്കിയാൽ എം ജി അപ്പൊ കട്ടായി പോയിട്ട് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ദാറ്റ് വിൽ ബി ടാൻ തീറ്റ അല്ലേ. ടാൻ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടി, എഫ് എസ് മാക്സ് ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ ആർ. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എഫ് എസ് മാക്സിന് വരെ എന്ത് കൊടുക്കാം, മ്യൂ എസ് ഇൻറ്റു ആർ എന്ന് കൊടുക്കാം. മ്യൂ എസ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ആർ. ഈ ആറും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മ്യൂ എസ് ആണ്. ഈ മ്യൂ എസ് തന്നെ നമ്മൾ എവിടെയോ കണ്ടുപിടിച്ചായിരുന്നു. എനിവേ നമുക്ക് നോക്കാം. ടാൻ തീറ്റ ഇസിക്കൽ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി, മ്യൂ എസ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ തീറ്റയാണ് നമ്മുടെ ആംഗിൾ ഓഫ് റീപോസ്, ആംഗിൾ ഓഫ് റീപോസ്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻ ഇൻവേഴ്സ് എപ്പോഴും ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അകത്തെ തീറ്റയാണ്. ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ കൂടെ അകത്താണ് നമ്മുടെ തീറ്റ ഇരിക്കുന്നതെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് എടുക്കുക. ടാൻ ഇൻവേഴ്സ് അപ്പുറത്ത് കിടക്കുന്ന വാല്യൂ മ്യൂ എസ്, ടാൻ ഇൻവേഴ്സ് മ്യൂ എസ്. സെയിം അല്ലായിരുന്നു നമ്മൾ ലാംഡ കണ്ടുപിടിച്ച്, അതായത് ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ലാംഡ, അതും നമ്മൾ ടാൻ ഇൻവേഴ്സ് മ്യൂ എസ് എന്നല്ലേ പറഞ്ഞേ. സോ ദാറ്റ് മീൻസ് തീറ്റ എന്ന് പറഞ്ഞാൽ, അതായത് ആംഗിൾ ഓഫ് റീപോസ് വിൽ ബി ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ലാംഡ. ആംഗിൾ ഓഫ് റീപോസ് ഈക്വൽ ടു angle of repose equal to angle of friction. മനസ്സിലായോ? അപ്പം ഇത്രയാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയും ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാംസിന് വരുന്നത് ഇതുമായിട്ട് പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോൾ ബെയറിംഗ് ഇല്ലേ, ബോൾ ബെയറിംഗ് നമ്മുടെ സൈക്കിളൊക്കെ നിങ്ങൾ ഓടിച്ചിട്ടുണ്ട്. സൈക്കിളൊക്കെ നന്നാക്കാൻ പോകുന്ന സമയത്ത് റിം ഉണ്ടല്ലോ, നമ്മുടെ മീൻസ് വീല് ഇങ്ങനെ കണക്ട് ചെയ്യത്തില്ലയോ സൈക്കിളുമായിട്ട്. ആ കണക്ട് ചെയ്യുന്നിടത്ത് കൊച്ചു ബോൾസ് ഇട്ട് ഇങ്ങനെ അകത്തിടും. ഈ വാക്സ് ഒക്കെ പുരട്ടിയിട്ട് സൈക്കിൾ നന്നാക്കാൻ പോയി കണ്ടിട്ടുള്ളവർക്ക് അറിയാം. വാക്സ് ഒക്കെ പുരട്ടി ഈ സംഭവം ആ ഒരു സാധനത്തിനാണ് ബോൾ ബെയറിങ്സ് എന്ന് പറയുന്നത്. ബോൾ ബെയറിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്തുകൊണ്ടാണ് ബോൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളിലും കുറവായിരിക്കും. അപ്പൊ ഫ്രിക്ഷൻ അവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, രണ്ട് സർഫസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബോൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമുക്ക് അവിടെ പ്രിൻസിപ്പിൾ വെച്ചാൽ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ, റോളിംഗ് ഫ്രിക്ഷൻ വിൽ ബി ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ആ ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി, മെയിൻലി വെയർ ആൻഡ് ടയർ ഡ്യൂ ടു ഫ്രിക്ഷൻ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോൾ ബെയറിങ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം വരാനുള്ളത്, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. വൈ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള ഒരു ദുഷ്ടശക്തിയാന്ന് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, ഫ്രിക്ഷൻ ഇല്ലാതെ നമ്മളിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതായത് നമുക്ക് നടക്കാൻ പറ്റത്തില്ല,
ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം നടക്കത്തില്ല. ലോകത്തൊരു കാര്യം ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. ലൈക്ക് നിങ്ങൾ നോക്കിയാൽ ചിന്തിച്ച് നോക്കി, നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറഞ്ഞൊരു സർഫസ്, ലൈക്ക് നിങ്ങൾ തെന്നി കിടക്കുന്ന ഒരു സർഫസിലൂടെ നിങ്ങൾ നടന്നു പോയി എങ്ങനെ ഇരിക്കും? ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ടൈലിട്ട റൂം അല്ലെങ്കിൽ എങ്ങനെ റൂം ആയിക്കോട്ടെ, അവിടെ കുറേ വെള്ളമോ അല്ലെ എണ്ണയൊക്കെ ഇട്ടു, എന്നിട്ട് നിങ്ങൾ അവിടെ നടന്നു പോവുക, സാധാരണ രീതിയിൽ നടന്നു പോയാൽ എന്ത് സംഭവിക്കും? തെന്നി അടിച്ച് താഴെ കിടക്കും, നടക്കാൻ പറ്റത്തില്ല, പ്രയാസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബിന്റെ മണ്ടയിൽ കൂടെ നല്ലൊരു ഐസ്ക്രീം ഇങ്ങനെ, നിങ്ങൾ ലുലുമാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അതിന്റെ ടോപ്പിൽ ഇങ്ങനെ ഐസ് സ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെയൊക്കെയാണ് നിങ്ങളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ സംഭവിക്കും, തെന്നി അടിച്ച് താഴെ വീഴുന്നു മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ. അപ്പൊ അതായത് ഫ്രിക്ഷൻ വേണം, ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നോർമലി നടക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു സാധനം കൈ കൊണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ കൈ നിൽക്കത്തില്ല, നമ്മൾ കൈ വെക്കും, തെന്നി അങ്ങ് പോകും. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഫ്രിക്ഷൻ വളരെ അത്യാവശ്യം. അതുപോലെ നമ്മളെ ഭൂമിയൊക്കെ ഇന്ന് ഇതുപോലെ നിൽക്കാൻ കാരണം തന്നെ എത്രയോ ഉൽക്ക വരുന്നു നമ്മുടെ ദേഹത്ത് വന്ന് ഇടിക്കുന്നുണ്ടോ? ഇടിച്ച് ചാവുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുമ്പോഴേ ആ എയർ ഫ്രിക്ഷൻ മൂലം, അതിൽ അത്രയും സ്പീഡിലല്ലേ വരുന്നത്, അപ്പം ആ എയർ ഫ്രിക്ഷൻ മൂലം അത് പൊട്ടിക്ക് തെറിച്ച് കരിഞ്ഞു പോവുക ചെയ്യുന്നത്, പൊടിയായി പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കത് അറിയുന്ന പോലുമില്ല അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മൾ അറിയുന്നത്, കോമൺ പീപ്പിൾ അറിയുന്നില്ല. സോ ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ ഈ പറഞ്ഞ. എന്നാൽ ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഉണ്ട് അല്ലേ? ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് നിങ്ങൾ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങളൊന്ന് വീണു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരിക്കും? അവിടെ എവിടെയും ചില ചുമന്ന കളറുകൾ വരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വെളുത്ത കളറും വരാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാകാം. മീൻസ് നമ്മൾ ബ്രോഡ്ലി പറയുന്നത് വെയർ ആൻഡ് ടയർസ് ആർ കോസ്ഡ് ബൈ ദ ഫ്രിക്ഷൻ. വെയർ ആൻഡ് ടയർ ഇപ്പൊ മെഷീൻസിലൊക്കെ ആണെങ്കിൽ വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞാൽ തേയൽ നമ്മുടെ ദേഹമൊക്കെ തേഞ്ഞെന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെ തേഞ്ഞു പോകുന്ന അവസ്ഥ വെയർ ആൻഡ് ടയർ. അപ്പൊ അത് ഏറ്റവും വലിയൊരു, അതായത് നമ്മുടെ വെഹിക്കിൾസിലാണെങ്കിലും അതുപോലെ മെഷീൻസിലൊക്കെ ആണെങ്കിൽ ഈ ഫ്രിക്ഷൻ മൂലം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. അതുപോലെ ഈ പറഞ്ഞ റോക്കറ്റിന്റെ ഒക്കെ വിടല്, നമ്മൾ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്ന സമയത്ത് അതിന് ഒരുപാട് ഓപ്പോസിങ് ഫോഴ്സ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ കൊടുക്കുന്നത്. അത് ഫ്രിക്ഷൻ, ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും പക്ഷേ ഈ സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ അത്യാവശ്യമുള്ള ഒരു ദുഷ്ടശക്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യം കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിർത്തുക. ഇനി ഒരു കാര്യം പറയട്ടെ, ഇത് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ആവശ്യമുള്ളത് കുറയ്ക്കാൻ പറ്റും. അതിനാണ് ഞാൻ പറഞ്ഞില്ലേ ബോൾ ബെയറിങ്ങിന്റെ കാര്യം. ബോൾ ബെയറിങ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് ഉപയോഗിക്കാം. എണ്ണ നമ്മളിപ്പം നമ്മുടെ ഹിഞ്ച് ഉണ്ട്, വീട്ടിലെ ഹിഞ്ച് മീൻസ് വിജാഗിരി എന്നൊക്കെ പറയും, കഥമൊക്കെ പിടിപ്പിച്ചേക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ചിലപ്പോൾ അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഓയിലൊക്കെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ശബ്ദമൊക്കെ വരുമ്പോൾ ഓയിലൊക്കെ ഇട്ട് കൊടുക്കും. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ലൂബ്രിക്കൻസ് പറയും. അങ്ങനെ സംഭവം അത് വഴിയും നമുക്ക്. അതുപോലെ എഞ്ചിനകത്ത് എഞ്ചിൻ ഓയിലൊക്കെ ഒഴിക്കത്തില്ല, അതൊക്കെ ലൂബ്രിക്കൻസ് ആണ് ഈ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറയ്ക്കാനും പറ്റും. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഫ്രിക്ഷൻ എന്ന ആ ഒരു പോർഷൻ, ഫ്രിക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഫ്രിക്ഷനിൽ വരുന്നത്, ഇനി ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നത് സർക്കുലർ മോഷനിലെ ഫ്രിക്ഷന്റെ പങ്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ബാങ്കിങ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ഫൈൻ.